മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് അല്പം ചിന്തിക്കാം. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിലുള്ള നാണയം കാണിക്കും എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടുപോയി കളഞ്ഞു. ഇവിടെ പരീക്ഷന്മാര് ഹെരോദ്യര് ഇങ്ങനെ ഒരു വിഭാഗക്കാര് യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ചോദ്യം ചോദിക്കും. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കും. കരം കൊടുക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോ? നിനക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, ഒരു വെള്ളിക്കാശ് കൊണ്ടുവരും. നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതിൻ്റെ കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ കരത്തിനുള്ള നാണയം കാണിച്ചു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കർത്താവിന് ഇവരെ വളരെ സ്പഷ്ടമായിട്ട് മറുപടി കാണിച്ചുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയാം. ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും കൈസരുടേതാണ്. അത് കൈസർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ കൈസർക്ക് അവകാശപ്പെട്ടത് കൈസർക്ക് കൊടുക്കുകയും അതിനെന്താ കുഴപ്പം? മറ്റൊരു കാര്യം പറഞ്ഞത്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. ദൈവത്തിന് കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ ഇവർ കർത്താവിനെ വിശ്വസിക്കണം, അംഗീകരിക്കണം എന്നുള്ള കാര്യമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിന് അവർക്ക് മനസ്സില്ല. അപ്പം ഇവര് പ്രതീക്ഷിച്ചിരുന്നത് യേശു ദൈവപുത്രനല്ലേ, സർവത്തിൻ്റെ ഉടയവനും അധികാരിയുമല്ലേ, അപ്പോൾ കൈസരെ ഒഴിവാക്കാം, കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായിട്ട് അവർക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് അത് മനസ്സിലാക്കി കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പിൻ. അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിൻ. അപ്പോൾ ദൈവത്തിന് കൊടുത്തില്ലെങ്കിലും അതിന് ശിക്ഷയില്ല. കൈസർക്ക് കൊടുത്തില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് കരം കൊടുക്കുക തന്നെ വേണം എന്നവർ തീരുമാനം. അപ്പോൾ കർത്താവിൻ്റെ ഈ മറുപടിയിൽ അവർക്ക് ആശ്ചര്യമുണ്ടായി. എന്താ കർത്താവ് ഇങ്ങനെ മറുപടി പറഞ്ഞത്? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ മറുപടികൾ ഒക്കെ. ഇങ്ങനെ പല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളെല്ലാം യേശു ദൈവപുത്രനെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള മറുപടികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വളരെ പരമപ്രധാനമായ ഒരു ചോദ്യം, അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കാം. യേശുവിൻ്റെ ഉത്തരത്തിങ്കൽ അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ്.